കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം ബ്ലോക്കിലെ 3 പേർ മരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു. ദീപക് ധർമ്മടം കോഴിക്കോട് ഒന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, കഴിഞ്ഞ ദിവസം ഉണ്ടായ തീപിടുത്തമാണ് അല്ലെങ്കിൽ പുക ശ്വസിച്ചാണ് മരിച്ചത് എന്ന ആരോപണമൊക്കെ നേരത്തെ ഉയർന്നിരുന്നു. ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം വരുമ്പോൾ 3 പേരുടെ മരണം അത് പുക ശ്വസിച്ചല്ല, ഹൃദയാഘാതമാണ് കാരണമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? ഔദ്യോഗികമായി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ പോലീസിന് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ കൈമാറി കഴിഞ്ഞു. അതിൽ ഗംഗാധരൻ, ഗോപാലൻ, സുരേന്ദ്രൻ ഈ 3 പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളുടെ വിശദാംശങ്ങളാണ് പുറത്തു വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പുക ശ്വസിച്ച് മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതുവരെ അങ്ങനെ ഒരു കണ്ടെത്തലില്ല. മാത്രവുമല്ല, ഇതിൽ മറ്റൊരു കാര്യമുള്ളത്, ഹൃദയാഘാതത്തെ തുടർന്നാണ് ഗംഗാധരൻ മരിച്ചത്, അതുപോലെ ഗോപാലൻ മരിച്ചത് എന്ന് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, സുരേന്ദ്രന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ പൾസില്ലായിരുന്നു. അതായത് സുരേന്ദ്രൻ മരിച്ചു എന്ന് കണ്ടെത്താൻ വൈകി എന്നുള്ള നിലയിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതായത് പ്രാഥമികമായ നിഗമനത്തിൽ ഈ ഓക്സിജൻ കിട്ടാതെ പുക ശ്വസിച്ചു മരിച്ചു എന്നുള്ള ആരോപണത്തെ പൂർണ്ണമായും തള്ളുന്ന വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വന്നിരിക്കുന്നത്. പ്രജിൻ, യെസ്, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്.